ഹലോ ഫ്രണ്ട്സ്, ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. ദിസ് ഈസ് മീ സൗമ്യ, ലൈഫ് കോച്ച്, ബിസിനസ് കോച്ച് ആൻഡ് ഇംഗ്ലീഷ് ട്രെയിനർ. ഓൾ ആർ വെൽക്കം ടു ഫീൽ ബെറ്റർ. നമ്മളെല്ലാവരും ഓരോ ദിവസവും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. രാവിലെ എപ്പോൾ എണീക്കണം എന്നത് മുതൽ എന്ത് ജോലി ചെയ്യണം, ആരുമായി സൗഹൃദം പുലർത്തണം, ആരുമായി റിലേഷൻഷിപ്പ് വെക്കണം, ഞാൻ ബിസിനസ് ചെയ്യണോ, ഏത് ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കണം എന്നിങ്ങനെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ചോദ്യം, നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയായതാണോ? അതിലും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ശരിയായ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. അതായത് നമ്മുടെ ജീവിതത്തിന് മുൻപിലുള്ള വിവിധ ഓപ്ഷനുകളിൽ നിന്നും നമുക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല തീരുമാനം എങ്ങനെ എടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുയോജ്യമായ നല്ല തീരുമാനങ്ങൾ എടുക്കാനായി ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം ഇന്ന് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം. പാർട്ട് 1, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് മുൻപിൽ ഒരുപാട് ചോയ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ, സാഹചര്യം എന്നിവ അനുസരിച്ച് അതിൽ നിന്നും ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുന്നിൽ 2 ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കരുതുക. ഒരു ജോലിക്ക് വളരെ ഉയർന്ന ശമ്പളമുണ്ട്, എന്നാൽ മറ്റേ ജോലിക്കാകട്ടെ ശമ്പളം കുറവാണ്, ഫ്യൂച്ചർ ഗ്രോത്ത് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ശമ്പളം നോക്കി ജോലി തീരുമാനിക്കുമോ, അതോ നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോത്ത്, ഫാമിലി റെസ്പോൺസിബിലിറ്റി, കരിയർ ഗോൾ, നിങ്ങളുടെ ജോലി സമയം എന്നിവ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുമോ? അതായത് ഏത് ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കും? ഇതാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഒരു തീരുമാനം എടുക്കുക എന്നതല്ല പ്രധാനം, മറിച്ച് ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പാർട്ട് 2, എന്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്നത്? പലർക്കും ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഇതിന് കാരണം? 1, തെറ്റിപ്പോകുമോ എന്ന പേടി. ഞാൻ എടുത്ത തീരുമാനം തെറ്റിയാൽ എന്തു ചെയ്യും? എനിക്ക് നഷ്ടം വന്നാൽ, ഞാൻ പരാജയപ്പെട്ടാൽ എന്നിങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഈ ഫിയർ കാരണം പലരും തീരുമാനമെടുക്കാതെ നിൽക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, തീരുമാനം എടുക്കാതിരിക്കുന്നതും ഒരു തീരുമാനം തന്നെയാണ്. നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കാതെ വിട്ടു, അതും ഒരു ഡിസിഷൻ തന്നെയാണ്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങേണ്ടെന്ന് തീരുമാനിച്ചു, അതും ഒരു ഡിസിഷൻ തന്നെയാണ്. അതിനാൽ ഡിസിഷൻ എടുക്കാതിരിക്കാം എന്നത് ഒരു ഡിസിഷൻ ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അതും ഒരു ഡിസിഷൻ തന്നെയാണ്. പ്രോബ്ലം 2, ഓവർ തിങ്കിങ്. തീരുമാനമെടുക്കാൻ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ഒരു ചെറിയ തീരുമാനം എടുക്കാൻ പോലും മണിക്കൂറുകളോളം ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത് ചെയ്താൽ എന്താകും, അത് ചെയ്താൽ എന്താകും, ഞാൻ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാൻ തോറ്റുപോയാൽ എന്തു ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ച് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ചിന്തിക്കണം, പക്ഷെ ഓവർ തിങ്കിങ് ചെയ്യരുത്. നമ്മുടെ തിങ്കിങ് നമ്മുടെ ഡിസിഷൻ മേക്കിലേക്ക് കൊണ്ടുപോകണം. ഓവർ തിങ്കിങ് നമ്മളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകും. പ്രോബ്ലം 3, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം തന്നെയാണ്. പലരും പല തീരുമാനങ്ങളും എടുക്കുന്നത് നമ്മുടെ മനസ്സനുസരിച്ചല്ല, മറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് കരുതും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആരെങ്കിലും നിങ്ങളോട് ബിസിനസ് ഒക്കെ റിസ്കി ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് തുടങ്ങാതെ ഇരിക്കും. നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കും, മറ്റുള്ളവർ പറയും ഇതിന് ഫ്യൂച്ചർ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കോഴ്സിന് ചേരാതിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അഡ്വൈസ് എല്ലാവരിൽ നിന്നും സ്വീകരിക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് എടുക്കേണ്ടതെങ്കിൽ ആ തീരുമാനം നിങ്ങൾ തന്നെ എടുക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ കോൺസിക്വൻസ് നിങ്ങൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് തീരുമാനവും നിങ്ങളുടേത് തന്നെ ആയിരിക്കണം. പാർട്ട് 3, ശരിയായ തീരുമാനം എടുക്കാനുള്ള 7 സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1, പ്രശ്നം വ്യക്തമായി മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? പലപ്പോഴും പ്രശ്നം എന്താണെന്ന് നമുക്ക് വ്യക്തമായിരിക്കില്ല. ഉദാഹരണത്തിന്, എനിക്ക് കരിയറിൽ സന്തോഷമില്ല. ഇതൊരു ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന് പകരം ചോദിക്കുക, എനിക്ക് ജോലി ഇഷ്ടമല്ലേ? സാലറി കുറവാണോ?
ഗ്രോത്ത് ഇല്ലാത്തതാണോ, വർക്ക് എൻവയോൺമെന്റ് ആണോ പ്രശ്നം? എനിക്ക് മറ്റൊരു കരിയർ വേണമോ? പ്രശ്നം വ്യക്തമായാൽ ഡിസിഷൻ എടുക്കാൻ വളരെ എളുപ്പമാകും. സ്റ്റെപ്പ് 2, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം മറ്റുള്ളവരുടെ ഗോൾസ് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം നയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഗോൾ എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം ആണോ, കരിയർ ഗ്രോത്ത് ആണോ, ഫാമിലി ടൈം ആണോ, ബിസിനസ് വളർത്തണമെന്നാണോ, അതോ പീസ് ഓഫ് മൈൻഡ് ആണോ വേണ്ടത്? നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഗോൾ ക്ലിയർ ആണെങ്കിൽ ഡിസിഷൻ ക്ലിയർ ആകും. സ്റ്റെപ്പ് 3, ഇൻഫോർമേഷൻ ശേഖരിക്കുക. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ആവശ്യമായ ഇൻഫോർമേഷൻ ശേഖരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചോദിക്കുക, മാർക്കറ്റ് എങ്ങനെയാണ്, കസ്റ്റമർ ആരാണ്, ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണം, റിസ്ക് എന്താണ്, കോമ്പറ്റീഷൻ എത്രയുണ്ട്, ഇൻകം പൊട്ടൻഷ്യൽ എന്താണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം തീരുമാനമെടുക്കുക. ഇമോഷൻ മാത്രം ഉപയോഗിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. ഇൻഫോർമേഷൻ കൂടി സ്വീകരിക്കുക. സ്റ്റെപ്പ് 4, ഓപ്ഷൻ എഴുതുക. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ ഓപ്ഷനുകളും ഒരു പേപ്പറിൽ എഴുതുക. ഉദാഹരണത്തിന്, ഓപ്ഷൻ എ, ഇപ്പോഴത്തെ ജോലി തുടരുക. ഓപ്ഷൻ ബി, മറ്റൊരു ജോലി അന്വേഷിക്കുക. ഓപ്ഷൻ സി, പാർട്ട് ടൈം ആയി ഒരു കരിയർ തുടങ്ങുക. പേപ്പറിൽ എഴുതുമ്പോൾ നമ്മുടെ തോട്ട് വളരെ ക്ലിയർ ആകും. മൈൻഡിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പേപ്പറിൽ എഴുതുന്നതാണ്. സ്റ്റെപ്പ് 5, പ്രോൺസ് ആൻഡ് കോൺസ് നോക്കുക. ഓരോ ഓപ്ഷന്റെയും ബെനിഫിറ്റ് എന്താണ്, റിസ്ക് എന്താണ് എന്ന് എഴുതുക. ഉദാഹരണത്തിന്, ഒരു പുതിയ ജോലി, അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സാലറി കൂടുതലാണ്, ഗ്രോത്ത് കൂടുതലാണ്, പുതിയ സ്കില്ല് പഠിക്കാം. അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് ലൊക്കേഷൻ മാറണം, ഫാമിലിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരാം, ജോബ് സെക്യൂരിറ്റി കുറവായിരിക്കാം. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻ കൂടുതൽ ലോജിക്കൽ ആകും. സ്റ്റെപ്പ് 6, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഇമ്പാക്ട് നോക്കുക. ഇത് വളരെ പവർഫുൾ ആയ ഒരു ടെക്നിക്കാണ്. ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ചോദിക്കുക, ഇത് അടുത്ത ആഴ്ചയിൽ എനിക്ക് എന്ത് നൽകും? പിന്നീട് ചോദിക്കുക, ഇത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എന്ത് നൽകും? ഇത് വളരെ പ്രധാനമാണ്. കാരണം ചില ഡിസിഷൻ ഷോർട്ട് ടൈമിൽ വളരെ നല്ലതായി തോന്നും, എന്നാൽ ലോങ് ടൈമിൽ അത് ഉപകരിക്കില്ല. അതുപോലെ ചില ഡിസിഷൻസ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകും, എന്നാൽ ഫ്യൂച്ചറിൽ വലിയ ബെനിഫിറ്റ് നൽകും. ഉദാഹരണത്തിന്, പഠനം. ഇപ്പോൾ പഠിക്കാനിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ വിദ്യാഭ്യാസം ഫ്യൂച്ചറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകും. അതുകൊണ്ട് ഷോർട്ട് ടൈം കംഫർട്ട് മാത്രം നോക്കാതെ ലോങ് ടൈം ഗ്രോത്ത് കൂടി നോക്കുക. സ്റ്റെപ്പ് 7, ഒരു ഡിസിഷൻ എടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഒരുപാട് ചിന്തിച്ച് ഇൻഫോർമേഷൻ ശേഖരിച്ച് പ്രോൺസ് ആൻഡ് കോൺസ് നോക്കി ഫ്യൂച്ചർ ഇമ്പാക്ട് നോക്കി ഇനി ഒരു ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എടുക്കാൻ ഒരു ഡെഡ് ലൈൻ വെക്കുക. ഉദാഹരണത്തിന്, ഈ വിഷയത്തിൽ അടുത്ത ഞായറാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഞാൻ ഒരു തീരുമാനമെടുക്കുമെന്ന് തീരുമാനിക്കുക. ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കാതെ വീണ്ടും വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യും. പാർട്ട് 4, ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷന്റെ ഇൻഫ്ലുവൻസ്. നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് നമ്മുടെ ഡിസിഷനിൽ ഇമോഷൻ ഉണ്ടാകും. പക്ഷേ സ്ട്രോങ് ഇമോഷൻ ഉള്ള സമയത്ത് വലിയ ഡിസിഷൻ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ജോലിസ്ഥലത്ത് വളരെ ആംഗ്രി ആയിരിക്കുമ്പോൾ റെസിഗ്നേഷൻ കൊടുക്കരുത്. റിലേഷൻഷിപ്പിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി, അപ്പോൾ തന്നെ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തീരുമാനിക്കരുത്. ബിസിനസ്സിൽ ഒരു ലോസ് വന്നു, ഉടൻ തന്നെ ബിസിനസ് ക്ലോസ് ചെയ്യരുത്. കാരണം ടെമ്പററി ഇമോഷൻ ഉപയോഗിച്ച് പെർമനന്റ് ഡിസിഷൻ എടുക്കരുത്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം കാമാകുക, എന്നിട്ട് ചിന്തിക്കുക, അതിനുശേഷം തീരുമാനമെടുക്കുക. പാർട്ട് 5, ഫിയർ ബേസ്ഡ് ഡിസിഷൻ. പലരും അവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫിയർ കൊണ്ടാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് അറിയില്ല, ഞാൻ പരാജയപ്പെടും, എനിക്ക് ബിസിനസ് അറിയില്ല, എനിക്ക് പുതിയ ആളുകളെ ഫേസ് ചെയ്യാൻ ഫിയർ ആണ് എന്നീ പേടി കാരണം അവർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തുന്നു. ഒരു കാര്യം ഓർക്കുക, ഫിയർ ഉണ്ട് എന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിവില്ല എന്നതിന്റെ തെളിവല്ല. ഫിയർ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനൊപ്പം ആക്ഷൻ എടുക്കാൻ പഠിക്കണം. കറേജ് എന്ന് പറയുന്നത് ഫിയർ ഇല്ലാത്ത അവസ്ഥയല്ല.
ഫിയർ ഉണ്ടായിട്ടും മുന്നോട്ട് പോകാനുള്ള കഴിവാണ് കറേജ്. പാർട്ട് 6 മറ്റുള്ളവരുടെ ഒപ്പീനിയൻ. ഇനി ഒരു സിറ്റുവേഷൻ ചിന്തിക്കാം. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അത് വീട്ടിൽ പറഞ്ഞു. അവർ പറഞ്ഞു, ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? മറ്റൊരാൾ പറഞ്ഞു, നിന്റെ യൂട്യൂബ് ചാനലൊന്നും ആരും കാണാൻ പോകുന്നില്ല. വേറൊരാൾ പറഞ്ഞു, നിനക്ക് ക്യാമറ കോൺഫിഡൻസ് ഇല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആഗ്രഹം സ്റ്റോപ്പ് ചെയ്യുമോ? അല്ലെങ്കിൽ പഠിച്ച് ഇംപ്രൂവ് ചെയ്യുമോ? മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേൾക്കണം, പക്ഷെ അവസാനത്തെ തീരുമാനം നമ്മുടേതാകണം. കാരണം തീരുമാനമാണ് നമ്മുടെ ലൈഫിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനം നമ്മൾ തന്നെ എടുക്കുക. പാർട്ട് 9 ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഡൗട്ട് ചെയ്യരുത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. പിറ്റേ ദിവസം ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് ശരിയാണോ? അതിന്റെ പിറ്റേ ദിവസം വേറെ കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നുവെങ്കിൽ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രോഗ്രസ് ഉണ്ടാവില്ല. ഡിസിഷൻ എടുത്താൽ കമ്മിറ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക, റിസൾട്ട് ഒബ്സർവ് ചെയ്യുക, ആവശ്യമെങ്കിൽ കോഴ്സ് പിന്നീട് കറക്ഷൻ നടത്തുക. ഒരു ഡിസിഷൻ മാറ്റുന്നത് ഫെയിലിയർ അല്ല. പുതിയ ഇൻഫോർമേഷൻ ലഭിച്ചപ്പോൾ സ്ട്രാറ്റജി മാറ്റുന്നത് വിസ്ഡമാണ്. പാർട്ട് 10 ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് 5 പവർഫുൾ ക്വസ്റ്റ്യൻ തരാം. ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. 1. യഥാർത്ഥത്തിൽ എനിക്ക് എന്താണ് വേണ്ടത്? 2. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്? 3. ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് എന്താണ്? 4. ഒരു വർഷത്തിന് ശേഷം ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? 5. ഫിയർ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് തീരുമാനിക്കുമായിരുന്നു? 5ാമത്തെ ക്വസ്റ്റ്യൻ വളരെ പവർഫുൾ ആണ്. കാരണം ചിലപ്പോൾ നമ്മുടെ പ്രോബ്ലം ഡിസിഷൻ അല്ല, ഫിയർ ആണ്. നമ്മുടെ ഫ്യൂച്ചറിൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഡിസിഷൻ എടുക്കണം. ഇതിൽ നമ്മുടെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മളെ വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്നും റെസ്പോൺസിബിൾ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ കുറിച്ചാണ്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന സ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽസിൽ ഒന്നാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു ചെറിയ നല്ല തീരുമാനം നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു തീരുമാനം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതൂ. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ലൈഫ് കോച്ചിങ് ക്ലാസുകൾ ഞാൻ നൽകുന്നുണ്ട്. അടുത്ത ബാച്ച് സെപ്റ്റംബർ 4-ാം തീയതി മുതൽ തുടങ്ങുന്നു. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. Thank you all. Thank you for watching my video. Stay positive. Make better decision. Let's grow together. See you in the next video.